ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഒരു ഈസി വോക്ക് ഓവർ മണ്ഡലം അവരുടെ കുത്തക മണ്ഡലം എന്ന സ്വഭാവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾക്കും വിജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിൻ്റെ പല ഘടകങ്ങളാൽ സമ്പന്നമായ ഒരു മണ്ഡലമായി ഇപ്പോൾ ഈ മണ്ഡലം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവേശം കാണും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് മുന്നണികളുടെയും മുഴുവൻ സംവിധാനങ്ങളും ഒരേ ഇടത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഒരു ആവേശവും സമ്പന്നതയും. രണ്ടാമത്തെ വിഷയം, ജയിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് ഇരുപക്ഷത്തിനുമുള്ള ഒരു അപൂർവ തെരഞ്ഞെടുപ്പുകളിലൊന്ന്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പുകളിലൊന്ന് എന്ന് പറയാവുന്ന തെരഞ്ഞെടുപ്പുള്ള കഥയെടുത്താൽ ആ നിലയ്ക്കുള്ള ആവേശം രണ്ട് പക്ഷത്തും പ്രകടമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് അനുവദിക്കുന്ന സ്ഥലത്തിനും ഇവിടെ കഴിഞ്ഞ 3 മണിക്കൂറായി വലിയൊരു ജനസാഗരം തന്നെയുണ്ട്. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിവിധയിടങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകൾ ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നു. കൂടുതലും യുവാക്കളാണ്. മണ്ഡലത്തിന് പുറത്തുള്ള ആളുകൾ, തൊട്ടടുത്തുള്ള മണ്ഡലത്തിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒക്കെയും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രവാസികളായ ആളുകൾ സ്വരാജ് മത്സരിക്കുന്നതിൻ്റെ ഒരു ആവേശം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട് നമ്മോട് പറയുന്നുണ്ട്. അപ്പുറത്തും സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ അപ്പുറത്തെ ടേക്ക് കേട്ടിട്ടുണ്ടാവും, അവിടെയും ഇതിന് സമാനമായ സാഹചര്യമുണ്ട്. എന്തായാലും വലിയ ആവേശം ഈ മഴയിലും. ഇവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമ്പോഴും ഒരാളും കുഴിഞ്ഞു പോകുന്നില്ല, ഒരാളും റോഡിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നില്ല. ആവേശത്തിൻ്റെ സകല തിരമാലകളും ആഞ്ഞടിക്കുന്ന ഒരു ചുവപ്പ് കാഴ്ച ഇവിടെ കാണുകയാണ്. സ്വരാജ് ഇവിടെ വന്നിട്ടുണ്ട്. സ്വരാജ് ഒരു വാഹനത്തിന് മുകളിൽ കയറി നിൽക്കുന്നു. അദ്ദേഹം പ്രവർത്തകരെയും അനുഭാവികളെയും അഭിവാദ്യം ചെയ്യുകയാണ്. മഴയത്തും അദ്ദേഹവും മാറുന്നില്ല. അപ്പോൾ സ്വരാജ് വന്നതോടുകൂടി ആവേശത്തിൻ്റെ ഒരു കൊടുമുടിയിലേക്ക് കാര്യങ്ങളെത്തി എന്ന് പറയാൻ കഴിയും. ചെഗുവേരയുടെ പടങ്ങളുള്ള കൊടികൾ, അരിവാൾ ചുറ്റികയുള്ള കൊടികൾ, AIYF-ന്റെ കൊടികൾ, INL-ന്റെ കൊടികൾ, അങ്ങനെ സഖ്യകക്ഷികളെല്ലാം കൊടികൾ. പിന്നീട് പിണറായി വിജയൻ്റെയും ഒപ്പം സ്വരാജിൻ്റെയും ഒക്കെ പഴയ കാലത്തെ പ്രസംഗ ശകലങ്ങളൊക്കെയും ഇവിടെ വരുന്നു. DJ-യുടെ ഭാഗമാണ്. ഇതിനൊപ്പം വലിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ആവേശ കടൽ ഇവിടെ തീർത്തിരിക്കുന്നു പറയാം. എൻ്റെ കൂടെ ഇപ്പോൾ മഹേഷ് പോലും കൂടിയുണ്ട്. മഹേഷ്, ഈ കാണുന്ന കാഴ്ച ഇതൊരു ഇതിനകത്ത് ശരിയാണ്, കൊട്ടിക്കലാശം എപ്പോഴും വലിയ ബഹളം കണ്ടതാണ്. അതിനപ്പുറം ആളുകളുടെ മുഖത്ത് വിജയപ്രതീക്ഷ എന്തുമാത്രം കാണുന്നുണ്ട്. തീർച്ചയായും M സ്വരാജ് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യം നമ്മൾ കാണുന്നുണ്ട്. ആ ദൃശ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയ ആത്മവിശ്വാസം സ്ഫുരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന പ്രവർത്തകർ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു കഴിഞ്ഞ പോലെയാണ്. M സ്വരാജ് തങ്ങൾ ജയിക്കുമെന്ന് പ്രവർത്തകർ ഉറപ്പ് കൊടുത്ത പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമുക്ക് കാണാം. കനത്ത മഴയാണ് നിലമ്പൂരിൽ. ആ മഴയ്ക്കൊന്നും ഈ ആവേശത്തെ കെടുത്താൻ സാധിക്കുന്നതല്ല. നേരത്തെ നിഷാദ് പറഞ്ഞല്ലോ, ഇവിടെ പിണറായി വിജയൻ്റെയും M സ്വരാജിൻ്റെയും പ്രസംഗ ശകലങ്ങൾ കേൾപ്പിക്കുന്നത്. എൻ്റെ ബോധ്യങ്ങളാണ് എൻ്റെ ശരി, ആ വഴിയിലൂടെയാണ് ഞാൻ നടക്കുന്നത്, അത് എൻ്റെ പാർട്ടി തന്നതാണ് എന്ന M സ്വരാജിൻ്റെ വരികൾ അതിവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിമുടി CPM-ന്റെ കുപ്പായമണിഞ്ഞ, അല്ലെങ്കിൽ CPM-ന്റെ പാർട്ടി തത്വങ്ങൾ പാലിക്കുന്ന M സ്വരാജ് ഇവിടെ വന്നപ്പോൾ തന്നെ നേരത്തെ ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രം കൊടി ഉയർത്തുമ്പോൾ തന്നെ ഇവിടെ ഓട്ടോറിക്ഷയുടെയും മറ്റേ സ്വതന്ത്ര ചിഹ്നങ്ങളായിരുന്നു. അത് മാറി പാർട്ടി ചിഹ്നത്തിൽ കൂടി വോട്ട് ചെയ്യാൻ പോകുന്നുവെന്ന അതിയായ സന്തോഷം പാർട്ടിയിലെ പ്രവർത്തകർക്കുണ്ട്. നമ്മൾ ഓരോ മുക്കിലും മൂലയും സഞ്ചരിച്ച് സാധാരണ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആവേശം, അതുകൊണ്ട് തന്നെ എത്ര വലിയ കനത്ത മഴയായാലും വോട്ടുറപ്പിക്കുക എന്നുള്ള ദൗത്യം പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുണ്ട്. തടഞ്ഞു നിർത്താനാകുന്ന തരത്തിലുള്ള ആവേശമല്ല, ഒരു തരി പോലും ആവേശം തോരാൻ ഈ മഴയ്ക്കും സാധിക്കുന്നില്ല. ഈ മഴയുടെ തടുത്തുറഞ്ഞു പെയ്തു വീഴുന്ന ഈ മഴയ്ക്ക് ഈ ആവേശത്തെ കെടുത്താനാകുന്നില്ല. ആവേശം കൂടുന്നുവെന്ന് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും LDF-ന്റെ പ്രവർത്തകർ വലിയ തോതിലുള്ളൊരു ആവേശം. ഒരു വശത്ത് നമുക്ക് UDF-ന്റെ ഈ റോഡിന്റെ അങ്ങേ അറ്റത്ത് ഒരു പൊട്ട് പോലെ UDF-ന്റെ കൊടികളും അങ്ങ് അറ്റത്ത് കാണാം.